നെടുമങ്ങാട് വേങ്കവിള നീന്തൽ പരിശീലന കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയ 2 കുട്ടികൾ മുങ്ങി മരിച്ചു എന്ന വാർത്തയാണ് അല്പം മുമ്പ് അവിടെ നിന്ന് വരുന്നത്. 13 വയസ്സുള്ള ആരോമൽ, 14 വയസ്സുള്ള ഷിനിൽ എന്നിവരാണ് മരിച്ചത്. ജിബിൻ ജെബി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിബിൻ, 2 കുഞ്ഞുങ്ങൾ മുങ്ങി മരിച്ചു എന്നുള്ളതാണ്. ഇത് പരിശീലന കുളമാണ്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഈ കുഞ്ഞുങ്ങളുമൊക്കെ പരിശീലനത്തിനായിട്ട് എത്തിയിട്ടുള്ള കുഞ്ഞുങ്ങളായിരുന്നോ? അവിടെ ആ സമയം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നോ? എന്താണ് അറിയുന്നത്? ഇന്ന് ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് നെടുമങ്ങാട് വേങ്കവിളയ്ക്ക് സമീപം ഈ നീന്തൽക്കുളത്തിൽ അപകടമുണ്ടാകുന്നത്. ഇത് നീന്തൽക്കുളമാണ്, കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഈ അപകടത്തിൽപ്പെട്ട 2 പേരും നീന്തൽ പരിശീലനത്തിനായി എത്തിയതല്ല. ഇന്ന് ഏകദേശം ഉച്ചയ്ക്ക് 12:30 കൂടിയാണ്. അവധി ദിവസമായതിനാൽ തന്നെ ഈ കുട്ടികൾ ഈ മതിൽ ചാടി കടന്ന് മതിലിൻ്റെ ഇത് സുരക്ഷാ വേലിയൊക്കെയുള്ള ഒരു നീന്തൽക്കുളമാണ്. പക്ഷേ ഇതിൻ്റെ സമീപത്തുള്ള ഒരു വീടിൻ്റെ പിൻവശത്ത് കൂടിയാണ് ഈ 7 അംഗ സംഘം കുട്ടികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നതും ഈ സുരക്ഷാ വേലി മറികടന്ന് ഇങ്ങോട്ടേക്ക് എത്തി നീന്തൽക്കുളത്തിലേക്ക് ഇറങ്ങുന്നത്. ഈ 7 അംഗ സംഘത്തിൽപ്പെട്ട 2 പേരാണ് അപകടത്തിൽപ്പെട്ടത്. അവരുടെ മൃതശരീരം ഇപ്പോൾ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലാണുള്ളത്. നമുക്ക് അറിയാൻ ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഏകദേശം 12:30 മണിയോട് കൂടി 7 അംഗ സംഘം ഇവിടേക്ക് എത്തുന്നു. ഇതിൽ 7 പേരും കുളിക്കാനായി ഇറങ്ങുന്നു. പക്ഷേ ഈ കുളത്തിൻ്റെ ഒരു ഭാഗത്ത് ഏകദേശം 30 മീറ്ററോളം ആഴമുണ്ട്. അവിടെ പെട്ടുപോവുകയായിരുന്നു. ഉടൻ തന്നെ ഈ കുട്ടികളുടെ വിളി കേട്ടുകൊണ്ടാണ് പ്രദേശവാസികൾ അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത്. ഓടിയെത്തിയ ഉടൻ തന്നെ 2 പേരെയും കരയ്ക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ ആ സമയം കൊണ്ട് തന്നെ 2 പേരുടെ ജീവൻ നഷ്ടമാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. കാരണം പ്രദേശവാസികൾ പറയുന്ന അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അവൾ വന്ന ഈ മൃതദേഹം പുറത്തെടുത്ത ഉടൻ തന്നെ അവർക്ക് ജീവനുണ്ടോ എന്ന് നോക്കി. പക്ഷേ പൾസ് എല്ലാം വീക്കായിരുന്നു. തുടർന്ന് അവർ CCTV ദൃശ്യം പരിശോധിച്ചപ്പോൾ ഏകദേശം 10 മിനിറ്റ് മുമ്പ് തന്നെ കുട്ടികൾ മുങ്ങിത്താഴുന്നത് ആ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ എത്രയും വേഗം സമീപത്തുള്ള നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. പക്ഷേ 2 പേരും തിരുവനന്തപുരം ജില്ലയുടെ ഒരു പ്രത്യേകത, നീന്തൽ പരിശീലനത്തിന് വളരെ പ്രാമുഖ്യം നൽകുന്ന പ്രദേശമാണ്. ഇപ്പോൾ പിരപ്പൻകോട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്വിമ്മിംഗ് ഏരിയ ഉള്ള സ്ഥലമാണ്. നിരവധി കുളങ്ങളിൽ നീന്തൽ പരിശീലനം നടത്താറുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ മികവ് പുലർത്തിയ ഒട്ടേറെ കുട്ടികളെ വാർത്തെടുത്തിട്ടുണ്ട് ഈ പിരപ്പൻകോട് മേഖല. ഇത് വലിയ ദൂരമല്ല. വേങ്കവിള എന്ന് പറയുമ്പോൾ നെടുമങ്ങാടേക്ക് വരുന്ന വഴിയാണ്. വെമ്പായത്ത് നെടുമങ്ങാടേക്ക് വരുന്ന ഭാഗമാണ്. അവിടെ നീന്തൽ പരിശീലനം നടക്കുന്ന സ്ഥലമാണ്. ഈ കുട്ടികൾ ഇങ്ങനെ മതിൽ ചാടി അകത്തേക്കെത്തിയപ്പോൾ അത് നോക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഇത് ആരുടെ ഉടമസ്ഥയിലുള്ള നീന്തൽക്കുളമാണ്? പഞ്ചായത്തിൻ്റെ ആണോ അതോ സ്പോർട്സ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഭാഗങ്ങളുടേതാണോ? എങ്ങനെ ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായി എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകുന്നുണ്ടോ? രതീഷ്, ഈ വേങ്കവിള നീന്തൽക്കുളം എന്ന് പറയുന്നത് നെടുമങ്ങാട് പഴകുറ്റി നിന്ന് വെമ്പായത്തേക്ക് പോകുന്ന വഴിയിലാണ് ഈ വേങ്കവിള നീന്തൽക്കുളം ഉള്ളത്. ഈ നീന്തൽക്കുളം നന്ദിയോട് പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള നീന്തൽക്കുളമാണ്. പക്ഷേ അവിടെ പരിശീലനമുള്ളതും പരിശീലകർ ആ സമയത്തുള്ളതും എന്ന് പറയുന്നത് രാവിലെയും വൈകുന്നേരവും മാത്രമാണ് അവിടെ പരിശീലനമുള്ളത്. ആ സമയത്ത് മാത്രമായിരിക്കും അവിടെ പരിശീലകരും ഉണ്ടാവുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മതിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ മതിൽ പൂട്ടിയിട്ട് പരിശീലകർ പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. രാവിലെ പരിശീലനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അവർ വൈകുന്നേരം 3 മണിക്ക് ശേഷം മാത്രമാണ് ഇങ്ങോട്ടേക്ക് എത്തുക. അവിടെ CCTV ക്യാമറ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടികൾ അത് മറികടന്നുകൊണ്ടാണ് എത്തിയത്. കാരണം രാവിലെ പരിശീലനത്തിനെത്തിയ കുട്ടികളും അതുപോലെ പരിശീലനത്തിനെത്തിയ അധ്യാപകരും അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് അവർ വൈകുന്നേരം മാത്രമേ എത്തുകയുള്ളൂ. ഇത് അറിയാവുന്നത് കൊണ്ടായിരിക്കണം കുട്ടികൾ ഈ സമയം നോക്കി തന്നെ ഉച്ചയോടുകൂടി ഇങ്ങോട്ടേക്ക് എത്തിയത്. സ്കൂൾ അവധി ദിവസമായതിനാൽ തന്നെ സമീപ പ്രദേശത്ത് നിന്നുള്ള 7 അംഗ സംഘമാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. അവർ ഈ മതിലിനോട് ചേർന്ന് മറ്റൊരു വീടുണ്ട്. ആ വീടിൻ്റെ പുറകുവശത്ത് കൂടിയാണ് ഈ CCTV ക്യാമറകളെയൊക്കെ വെട്ടിച്ചുകൊണ്ട് ഈ നീന്തൽക്കുളത്തിൻ്റെ സ്ഥലത്തേക്ക് എത്തിയത്. എന്തായാലും 7 അംഗ സംഘം 12:30 കൂടി അവിടേക്ക് എത്തുകയും 1 മണിയോടുകൂടി തന്നെ ഈ ഒരു അപകടം ഉണ്ടാവുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും 1:30 കൂടി തന്നെ മൃതദേഹം 2 പേരെയും പുറത്തെടുത്തുവെങ്കിലും ആ സമയം കൊണ്ട് തന്നെ 2 പേരുടെ ജീവൻ നഷ്ടമായിരുന്നു. ഈ കുട്ടികൾ ഇവിടെ നീന്തൽ പരിശീലനം വരുന്ന കുട്ടികളാണോ അല്ല എന്നുള്ളതാണോ പ്രാഥമികമായ നിഗമനം? ഒപ്പം ഈ കുട്ടികൾ നീന്തൽ അറിയാത്ത കുട്ടികളായിരുന്നു. എങ്ങനെ ഈ അപകടത്തിൽപ്പെട്ടു? മറ്റു കുട്ടികളൊപ്പം ഉണ്ടായിരുന്നതാണല്ലോ. രതീഷ്, ഈ 7 പേരും ഇവിടെ നീന്തൽ പരിശീലനത്തിനായി എത്തുന്ന കുട്ടികളല്ല. 7 പേരും പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികളാണ്. ഇവർ നമുക്ക് ഈ CCTV ദൃശ്യങ്ങൾ ലഭ്യമാണ്. അതിൽ നമുക്ക് വ്യക്തമാണ്. കാരണം ആ കുട്ടികൾക്ക് എന്തായാലും ആ നീന്തൽക്കുളത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതനുസരിച്ച് കുട്ടികൾക്ക് അത്രയും നീന്തൽ വശമുള്ള കുട്ടികളല്ല. കാരണം സാധാരണഗതിയിൽ നീന്തൽ അറിയാത്ത കുട്ടികൾ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ കൈയും കാലും കൊണ്ട് സാധാരണഗതിയിൽ എങ്ങനെയാണോ അടിക്കുന്നത് ആ സമാന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യമുണ്ട്. നമുക്ക് ഈ അന്നാട് പഞ്ചായത്തിനുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്ന് അറിയാൻ സാധിച്ചതും ഈ കുട്ടികൾ അവിടെ പരിശീലനത്തിനായി എത്തുന്നവരെല്ലാം രാവിലെ പരിശീലനം കഴിഞ്ഞാൽ ഏകദേശം 9 മണി 10 മണിയോടുകൂടി തന്നെ അവിടെ നിന്ന് പോകും. കാരണം മറ്റ് ജോലികൾക്ക് പോകുന്നവരും പഠിക്കാൻ പോകുന്നവരും ഒക്കെയാണ് അവിടെ പരിശീലനത്തിനായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർ രാവിലെ പരിശീലനം പൂർത്തിയാക്കി ഏകദേശം 9 മണിയോടുകൂടി തന്നെ അവിടെ പോകും. അതിനുശേഷം പിന്നീട് വൈകുന്നേരം മാത്രമേ അവിടെ എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഈ നീന്തൽക്കുളത്തിൽ നീന്താൻ പരിശീലനം നേടിയിട്ടുള്ളവരല്ല. അവർ മരിച്ച സമീപത്തുള്ള കുട്ടികൾ അവിടേക്ക് എത്തിയതാണ്. ഈ അവധി ദിവസമായതിനാൽ തന്നെ നീന്തൽക്കുളത്തിൽ മറ്റാരും കാണാതെ ഈ ഒരു സമീപത്തുള്ള ഒരു വീടിൻ്റെ മറികടന്നുകൊണ്ടാണ് ഈ പ്രദേശത്തേക്ക് എത്തിയത്. ആ വിദ്യാർത്ഥികളാണ് ഈ അപകടത്തിൽപ്പെടുകയും ചെയ്തത്. ശരി ജീവൻ, എന്തായാലും ആ സ്ഥലത്തെ ചില CCTV ദൃശ്യങ്ങളും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ആ കുട്ടികൾ ആ കുളത്തിലേക്ക് നിൽക്കുന്നതും അതോടൊപ്പം ചിലരൊക്കെ വരുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെയാണ് അതിൽ കാണുന്നത്. എന്തായാലും ദാരുണമായ സംഭവമാണ്.